അത്രയ്ക്ക് അതിൻ്റെ പിന്നിൽ ഒരരി നമ്മൾ കൊണ്ടുവന്നാൽ അത് നമ്മൾ വെച്ച് നോക്കി അതിൻ്റെ വേവും രുചിയും മനസ്സിലാക്കിയിട്ട് മാത്രമേ ഉള്ളൂ അത് വിൽപ്പനയ്ക്ക് നമ്മൾ വെക്കുകയുള്ളായിരുന്നു. അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. നമ്മുടെ ഉൽപ്പന്നങ്ങളിൽ നമ്മൾക്കുണ്ടാകുന്ന വിശ്വാസം അതേപടി വാങ്ങുന്നവർക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു ഉൽപ്പന്നം വിറ്റിരുന്നത്. അന്ന് നമ്മളുടെ നെല്ലിന് വരെ 100 രൂപയിലധികം തരാമെന്ന് പറഞ്ഞ് നമ്മളെ സമീപിച്ച കമ്പനികളുണ്ടായിരുന്നു. നിങ്ങളുടെ നെല്ല് തന്നാൽ മതി 100 രൂപ. അന്ന് ഞങ്ങൾ അരി 100 രൂപയ്ക്ക് വിൽക്കുന്നത്. അതായത് 1 കിലോ നെല്ലിൽ നിന്ന് ഒരു 70% അടുത്തേ അരി കിട്ടുകയുള്ളൂ. അന്ന് നമ്മുടെ നെല്ല് ടൺ കണക്കിന് എടുക്കാൻ ഓർഗാനിക് കമ്പനികൾ നമ്മുടെ അടുത്തുണ്ടായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ അങ്ങനെ കൊടുക്കാൻ സമ്മതമായിരുന്നില്ല, നമുക്ക് സന്നദ്ധമായിരുന്നില്ല. അന്ന് നമ്മൾ ഓർത്തത് നമ്മുടെ അരി നമ്മൾ തന്നെ വിൽക്കാം എന്നാണ് ഓർത്തത്. പക്ഷേ അതൊക്കെ അന്നത്തെ ചിന്താഗതി ശരിയായിരുന്നു എന്ന് തന്നെയാണ് എനിക്കും തോന്നുന്നത്. പക്ഷെ നമുക്ക് സാമ്പത്തികമായി ലാഭമൊന്നും ഇതിൽ നിന്നൊന്നും ഈ ഒരു കാലയളവിൽ ഒരിക്കലും ഒരു ബിസിനസ് ചെയ്തു അല്ലെങ്കിൽ കൃഷി ചെയ്തു എന്നതുകൊണ്ട് നമുക്കുണ്ടായിട്ടില്ല.